ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും Thermadom വോയിസിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾക്ക് പറയാനുള്ള ഇന്നത്തെ വിഷയം നമ്മുടെ ഹെഡിങ് പറഞ്ഞതുപോലെ തന്നെ അലർജിക്കാർക്കും നരച്ച മുടി കറുപ്പിക്കാം. ഏതളവ് വരെ എന്നുള്ളത് അവരവർ തന്നെ തീരുമാനിക്കുക. ഒരു പേടിയും കൂടാതെ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. അലർജിക്കാർക്ക് മാത്രമേ ആണെങ്കിലും വിരോധമില്ല. കാരണം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. മൈലാഞ്ചി, നീലാംബരി പൊടി, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. വാട്സപ്പിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും യൂട്യൂബിലും എല്ലാം കേട്ടിട്ടുള്ളത്. ഇതെല്ലാം ശരിയായിരിക്കാം. നാരങ്ങ നീര്, തൈരൊഴിക്കുന്ന ഇരുമ്പ് ചട്ടി, നാളികേരത്തിൻ്റെ ചിരട്ടക്കരി, ഈ തരത്തിൽ ഒരുപാട്. ചിലപ്പോൾ ഇതെല്ലാം ശരിയായിരിക്കാം. പക്ഷേ ഇതെല്ലാം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് മാത്രം ആർക്കും അറിയില്ല. കാരണം എന്താണ്? അവരാരും അനുഭവപരിചയമുള്ളവരല്ല. ഇത് ചെയ്ത് അനുഭവത്തിലുള്ള ഒരാളായ നിലയ്ക്കാണ് ഞാനിത് പറയണത് കരുതുന്നത്. കാരണം എന്താണെങ്കിൽ എനിക്കിത് അനുഭവമുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഈ അലർജി മൂലം ഈ ലോകത്ത് ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് സൗദി അറേബ്യയിൽ മൊത്തം ഞാൻ പരിശോധിച്ചതാണ് ഇതിന് പറ്റിയ സാധനം കിട്ടുമോ എന്ന്. അപ്പോൾ പിന്നീട് അതിലൊന്നും നടക്കില്ല, കെമിക്കലുകളൊന്നും നടക്കില്ല എന്ന് കണ്ടപ്പോൾ നമ്മുടെ ഫേസ്ബുക്കും യൂട്യൂബും വാട്സപ്പിൽ കണ്ടതെല്ലാം പരീക്ഷിച്ചു. പക്ഷേ എല്ലാം തെറ്റായിരുന്നു. ഏത് രീതിയിലാണ് അത് ഉപയോഗിക്കണമെന്ന് കറക്റ്റ് അറിയുമായിരുന്നില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ ഫലം, ഇതാണ് എനിക്ക് പറഞ്ഞു കേട്ട മൈലാഞ്ചിയും നീലാംബരിപ്പൊടിയും തന്നെയാണ് നമ്മളെ സഹായിക്കുന്നത്. നമുക്ക് ആവശ്യം അത് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ തന്നെ മൈലാഞ്ചി, ഇപ്പോൾ UAE മിഡിൽ ഈസ്റ്റിലുള്ളവരെ സംബന്ധിച്ച് നല്ല മൈലാഞ്ചി അവിടെ മേടിക്കാൻ കിട്ടും. നല്ല നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ ചിലപ്പോൾ ഇവിടെ പാക്കറ്റ് മേടിക്കുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നതല്ല. അവിടെ നല്ല ഒറിജിനൽ സാധനങ്ങൾ അവിടെ കിട്ടുന്നതാണ് മൈലാഞ്ചിയെല്ലാം. അപ്പോൾ മൈലാഞ്ചിയാണ് നമ്മൾക്ക് ആദ്യം മേടിക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പേ തന്നെ നമ്മുടെ തലമുടി ഒന്ന് താളിയിട്ട് കഴുകാൻ സാധിക്കുന്നവർ താളിയിട്ട് കഴുകുക, അല്ലെങ്കിൽ ഹെയർ ഡൈ കണ്ടീഷണർ യൂസ് ചെയ്യുക. അല്ലാതെ സോപ്പോ കാര്യങ്ങളോ ഉപയോഗിക്കരുത് ആ മുടിയിൽ. കണ്ടീഷണർ യൂസ് ചെയ്യുക നിങ്ങൾ, അല്ലെങ്കിൽ ഈ നമ്മുടെ താളിയിട്ട് തല കഴുകുക. ഇതാണ് വേണ്ടത്. ഇതിന് ശേഷം മൈലാഞ്ചി നിങ്ങൾ ഉപയോഗിക്കുക സ്ഥിരമായി. എത്ര നേരം അത് പലർക്കും പല അളവിലാണ് മൈലാഞ്ചി ഇടുമ്പോൾ നരച്ച മുടി ബ്രൗൺ കളറായി കിട്ടണം. അതാണ് നമ്മുടെ വിജയം. അവിടെയാണ് ഇതിൻ്റെ കറുപ്പിക്കുന്ന സംഗതി കിടക്കുന്നത്. അല്ലാതെ കുറേ മൈലാഞ്ചിയും പിന്നെ ഈ നീലാംബരിപ്പൊടിയും മിക്സ് ചെയ്ത് കാണിച്ചു തരുന്നു. അത് നമ്മൾ വാരിയിട്ട് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഇല്ല. അത് കഴുകി കളയുമ്പോൾ കൂടി അത് മാറിപ്പോവുകയാണ്. ഇതിൻ്റെ സക്സസ് എവിടെയാണ് ഇതിൻ്റെ വിജയം കിടക്കുന്നത്? നമ്മുടെ ഈ വെളുത്ത മുടി നമ്മൾ എന്തുമാത്രം ബ്രൗൺ ആക്കിയെടുക്കുന്നോ അത്ര എളുപ്പത്തിൽ അത് പിടിച്ചുകൊണ്ടിരിക്കും, കറുപ്പായിക്കൊണ്ടിരിക്കും. കാര്യം ഇൻഡിഗോ പൗഡർ എന്നാണ് അതിൻ്റെ പേര്, നമ്മുടെ നീലാംബരി പൗഡറിനെ പറയുന്നത്. അപ്പോൾ ഈ ബ്രൗൺ കളറും ഇൻഡിഗോ കളറും കൂടെ ചേരുമ്പോൾ കറുപ്പ് നിറം ഉണ്ടാകുന്നു. ഇതാണ് ഇതിൻ്റെ സയൻസ്. ഇത്രയുള്ള ഒരു സയൻസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നീലാംബരിപ്പൊടി പിന്നീട് മതി. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ വെളുത്ത മുടി നിങ്ങൾ മൈലാഞ്ചി ഇടുക. മൈലാഞ്ചിയിൽ ഇനി അലർജി ഉണ്ടാവുമോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. കാര്യം മൈലാഞ്ചി എന്ന് പറയുന്നതും എല്ലാ സാധനങ്ങളും കെമിക്കലാണ്. ഒരു സാധനവും കെമിക്കലില്ലാതെ ഇല്ല. മനുഷ്യ ശരീരം മൊത്തത്തിൽ കെമിക്കലാണ്. അതാദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ മൈലാഞ്ചി അലർജി ഉള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾ എത്ര വലിയ അലർജിയുള്ള ആൾക്കാരായാലും, എനിക്കിവിടെ ഇത് ഒലിക്കുകയായിരുന്നു. ഇങ്ങനെ വീർത്തു വന്നു എൻ്റെ മുഖം. അതായിരുന്നു എൻ്റെ അവസ്ഥ. പിന്നീട് ഞാനത് ഇടയ്ക്ക് വേറെ അമ്മ ഫ്രീ എല്ലാം വാങ്ങിയിട്ട് നോക്കി. നോക്കിയപ്പോൾ ഞാൻ 1 മിനിറ്റ്, അര മിനിറ്റ്, 30 സെക്കൻഡൊക്കെ ഇട്ട് നോക്കി. അപ്പോൾ എനിക്ക് എന്താവണം, അപ്പം തന്നെ കഴുകി വാഷ് ഈ ഇടിമ മാത്രം ഇട്ടിട്ട് മീശയിലാണ് ഞാൻ മെയിനായിട്ട് ഇടാറുള്ളത്. തന്നെ ഞാൻ അതിന് കെയർ ചെയ്യാറില്ല. അപ്പോൾ മീശയിൽ മാത്രം വെറുതെ ഇട്ടിട്ട് കഴുകി കളയുന്നതോടുകൂടി അപ്പം തന്നെ കഴുകി കളയും. അപ്പോൾ പിന്നീട് എന്താണ്ടാവുന്നത്? കറുത്തിട്ടുണ്ടായിരിക്കും. അത് 1 മിനിറ്റ്, 30 മിനിറ്റിൻ്റെ 30 സെക്കൻഡിൻ്റെ എല്ലാം സാധനങ്ങളാണല്ലോ. അത് പെട്ടെന്ന് തന്നെ പിടിക്കും. പക്ഷേ എനിക്ക് ഒരു ചെറിയൊരു ചൊറിച്ചിലുണ്ട്. ഇങ്ങനെ ചൊറി ഒരു 5 മിനിറ്റിൽ 3 പ്രാവശ്യമെങ്കിലും ഞാനിങ്ങനെ
കഴുകി ആ ഒരു അലർജി ഉണ്ടായിരുന്നു, ആ സൈസ് അലർജി. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ശരിക്കും അത് ഇട്ട് കഴിഞ്ഞാൽ പൊള്ളി വരുന്ന ഒരവസ്ഥ. ഡോക്ടറുടെ അടുത്ത് പോയി മൊത്തം ഇവിടെ പൊള്ളി ഇങ്ങനെ വീർത്ത് വരുന്നൊരവസ്ഥ. ഇതായിരുന്നു എനിക്കുണ്ടായ അലർജി. അലർജികൾ എത്ര തരമുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. അത് എന്ത് തന്നെയായാലും ഇതിലും വലിയ അലർജി ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം ഇത് ശരീരം പൊള്ളി പോകുന്നതിനേക്കാൾ വലിയ അലർജി ഇല്ലല്ലോ. അല്ലെങ്കിൽ ചൊറിച്ചിലും എനിക്ക് ചെറുതായ രീതിയിൽ ചൊറിച്ചിൽ, അത് ഞാൻ ലൈറ്റായിട്ട് ഇട്ടത് കൊണ്ട് മാത്രം. അപ്പോൾ ഇത് ഏത് ആൾക്കാർക്കും വേണമെങ്കിൽ നടക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഈ മൈലാഞ്ചി നിങ്ങൾ ഇടുക, അത് നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ ഇഷ്ടം പോലെ മിനിമം കുറച്ച് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാൻ തയ്യാറാവുന്ന വേണം. അവരവർക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം. അലർജി ഉള്ളവർ ചിന്തിക്കുക. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉയർന്നു വരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ പിന്നെ നിങ്ങൾ ഫോർഗെറ്റ് ഇറ്റ്, അതിനെക്കുറിച്ച് മറന്നേക്കുക. അതല്ല, നിങ്ങൾക്കൊരു താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ഒന്ന് പരിശ്രമിക്കുക. ആദ്യം തന്നെ മൈലാഞ്ചി ഇടുക. എത്ര മണിക്കൂറെന്നൊന്നും പറയില്ല. നിങ്ങൾക്ക് 1 മണിക്കൂർ ഇടാൻ പറ്റിയെങ്കിൽ 1 മണിക്കൂർ, 3 മണിക്കൂർ ഇട്ട് നിൽക്കാൻ പറ്റി കഴിഞ്ഞാൽ 3 മണിക്കൂർ ഇടുക. അത് വാഷ് ചെയ്ത് കളയുക. പിന്നെ വീണ്ടും പിറ്റേ ദിവസം വീണ്ടും ഇട്ട് നോക്കുക. അല്ലെങ്കിൽ പിന്നെ വൈകിട്ട് നേരം ഫ്രീ ആണോ വീണ്ടും മാറ്റിയിടുക മൈലാഞ്ചി. ഇട്ടിട്ട് അത് പിടിക്കാൻ വളരെ സമയമെടുക്കുന്ന പ്രൊസീജിയറാണിത് കേട്ടോ. ചിലർക്ക്, എനിക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു പിടിക്കാനേ. വെളുത്ത മുടി അത് പിടിച്ചു വരാൻ. എൻ്റെ മീശയ്ക്ക് മാത്രമാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഞാൻ തലയിലേക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. ഞാൻ മീശയ്ക്ക് മാത്രമാണ് ചെയ്യുന്നത്. മീശ ചെയ്ത് ബാക്കിയുള്ളത് ഞാൻ ഈ ഭാഗത്ത് ഈ കാണുന്ന ഈ കൃതാവും ഈ ഭാഗത്ത് ഈ ബാക്കിയുള്ളത് ഇങ്ങനെ തേച്ച് വിടുമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഞാൻ മീശയ്ക്ക് തന്നെയാണ് ഇത് ചെയ്യാറുള്ളത് എപ്പോഴും. അപ്പോൾ നിങ്ങൾ മൈലാഞ്ചി ഇട്ട് ഇത് ബ്രൗൺ ആക്കുക. ഇതിന് ശേഷം ഞാൻ എന്തുമാത്രം ബ്രൗൺ വരുത്താൻ വേണ്ടി സാധിക്കും. അതിന് ശേഷം മൈലാഞ്ചി ഫസ്റ്റ് സ്റ്റെപ്പ് ഇടുന്നു. 1 മണിക്കൂർ മൈലാഞ്ചി, 1 മണിക്കൂർ നീലാമ്പരി. അതാണ് വാഷ് ചെയ്ത് കളയേണ്ടത്. നല്ലത് മറ്റേ താളിപ്പൊടി ഇട്ട് വാഷ് ചെയ്യുക. പിന്നെ ഉപയോഗശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ തേക്കാവുന്നതാണ്. ഞാൻ എണ്ണ തേക്കാറുണ്ട് തലയിൽ. അതൊന്നും ഒരു വിരോധമില്ല. പക്ഷേ അതിൻ്റെ കുറച്ച് ലൈഫ് കുറയുന്നെന്ന് തോന്നുന്നു ഈ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴേ. ഞാനൊരു 10 ദിവസത്തിനുള്ളിൽ ഒരു തവണ ഞാൻ ചെയ്യാറുണ്ട്. 15 ദിവസം വരെയൊക്കെ വലിയ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു മൊത്തത്തിൽ ഒറ്റ ടൈമിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു 3 മണിക്കൂർ സമയം ഇതിനു വേണ്ടി മാറ്റി വയ്ക്കണം. അതല്ല, നമുക്ക് സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ വൈകിട്ട് നേരം ചെയ്യുക. ഇന്ന് മൈലാഞ്ചി ഇട്ട് വയ്ക്കുക. നാളെ കാലത്ത് തന്നെ നിങ്ങൾ വീണ്ടും അടുത്ത 1 മണിക്കൂർ നേരം നീലാമ്പരി ഇടുക. പ്രശ്നമില്ല. പക്ഷേ ആദ്യം ബ്രൗൺ ആക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പരമപ്രധാനമായ ഘടകം. നിങ്ങൾ ഒരു അലർജിക്കാർക്കും ഒരു പ്രശ്നവുമില്ല. ആ വെളുത്ത മുടി നിങ്ങൾ എങ്ങനെ എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങളത് ബ്രൗൺ ആക്കി എടുക്കുക. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും എത്ര വയസ്സ് 100 വയസ്സ് വരെ നിങ്ങൾക്കിത് കറുപ്പിച്ചിട്ട് കാണും. കാര്യം ഇത് നമ്മുടെ നാട്ടിലുള്ളതാണ്. പക്ഷേ അല്പം മെനക്കെടണം. നമ്മൾ ഇത്തിരി സമയം കണ്ടെത്തണം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. കാര്യം നമ്മുടെ ആത്മാഭിമാനമാണ് വളരുന്നത്. നമ്മുടെ കോൺഫിഡൻസ് ലെവലാണ്. പ്രത്യേകിച്ച് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾ, ഓഫീസുകളിലും മറ്റും ഉള്ള വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ആണ് ഇതിൻ്റെ ഉപകാരം. ഇനി അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്. പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇനി ഇതിപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ളവരോ അല്ലെങ്കിൽ വിദേശത്തുള്ളവർക്ക് ഈ മിഡിൽ ഈസ്റ്റിൽ മൈലാഞ്ചി പൊടി കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ജീവിച്ചിരുന്ന സൗദി അറേബ്യയിൽ ഇത് കിട്ടിയിരുന്നു. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റ് ചിലപ്പോൾ ഇത് കിട്ടുമായിരിക്കാം. ഇനി മറ്റുള്ള വിദേശത്തുള്ള ആൾക്കാർക്ക് ഇത് വേണമെങ്കിൽ, നീലാമ്പരി പൊടി വേണമെങ്കിൽ, ഞാനിത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊറിയർ സർവീസായി DHL സർവീസിലൂടെയോ അങ്ങനെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയോ എന്നോട് ആവശ്യപ്പെടുകയോ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ കടക്കാരന് വരെ ഞാൻ വിളിക്കാം. ഇതിൻ്റെ സാമ്പത്തിക ഇടപാടൊന്നും ഞാനില്ല, ഇത്തരം കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല. ഞാൻ കടക്കാരനുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പൈസ ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ കൊറിയർ ചാർജ് അടക്കം ചെയ്ത് കഴിഞ്ഞാൽ അതിനുവേണ്ടി 1 മണിക്കൂർ സമയം ഞാൻ നിങ്ങൾക്കിത് കൊറിയർ അയച്ചു തരാൻ വേണ്ടി ഒരു 200 ഗ്രാമോ അങ്ങനെ കേട്ടോ. കാര്യം വിദേശത്തേക്ക് അറിയാമല്ലോ ഇതിൻ്റെ ഭവിഷ്യത്തുകളും റിസ്കുകളും. അങ്ങനെയൊന്നും അയക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ 4 പീസല്ല, ഞാൻ 200 ഗ്രാമല്ല ഞാൻ സൗദി അറേബ്യക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. കൊറിയറിൽ കയ്യിൽ കൊണ്ടുപോകുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. 3-4 അതായത് 200 ഗ്രാം വെച്ചിട്ട് ഉള്ള 3-4 ഡെപ്പോയിൽ ഞാൻ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അതുമാതിരി എൻ്റെ സുഹൃത്തുക്കൾ വഴിക്ക് ഞാനിത് ഓരോ ബോട്ടിൽ ഞാൻ കൊണ്ടുവരാറുണ്ട് സൗദി അറേബ്യയിലേക്ക്. അപ്പോൾ അങ്ങനെ ഒരു സഹായം ഞാൻ വേണമെങ്കിൽ ചെയ്തു തരാം നിങ്ങൾക്ക് ആവശ്യമാവുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ എന്നോട് ചിലപ്പോൾ കുറച്ച് പേർക്ക് ഒരു സംശയം തോന്നാം. സംശയം എന്തായിരിക്കും എന്നുണ്ടെങ്കിൽ
ഈ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ സാധാരണ കറുത്ത മുടി ബ്രൗൺ ആകുമെന്നാണ് കേട്ടേക്കണം. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ 10, 25, 50 ഉള്ളൂ വെളുത്ത മുടി. അപ്പോൾ എല്ലാതും അങ്ങനെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ ബ്രൗൺ ആവില്ലെന്ന് ഒരിക്കലുമില്ല. മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ കറുത്ത മുടി നന്നായി കറുപ്പിക്കുകയാണ് ചെയ്യുന്നത്. നല്ല കറുപ്പിലേക്കെത്തും മുടി. ശരിയായ അഴകിലേക്ക് മുടിയുടെ ശരിയായ അഴകിലേക്ക് മൈലാഞ്ചി എത്തിക്കും. അതുപോലെ ബലം കുറവ് ഉള്ള മുടി അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകാൻ നിൽക്കുന്ന മുടി മാത്രമേ നരയ്ക്കുള്ളൂ, ഈ വെള്ള കളറ് ബ്രൗൺ കളർ പിടിക്കുള്ളൂ കേട്ടോ. അതാണ് ഇതിന് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഇട്ടുള്ളൂ. നരയ്ക്കുന്ന ബ്രൗൺ കളറാവുന്ന മുടി കംപ്ലീറ്റ് കൊഴിഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ ബലിഷ്ടമല്ലാത്ത നാരുകൾ മാത്രമേ നമ്മുടെ ബ്രൗൺ കളറാവുള്ളൂ. പിന്നെ ഇതിനൊക്കെ കൂടെ പറയാനുള്ളത്, ചെറുപ്പക്കാർക്ക് എല്ലാം ആണ് അങ്ങനെ ഉണ്ടാകുന്നതെങ്കിൽ അകത്തേക്കുള്ള മരുന്ന് ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ആ വിറ്റാമിൻ്റെ കുറവോ വൈറ്റമിൻസിൻ്റെ കുറവാണോ അല്ലെങ്കിൽ ഹോർമോൺ ലെവലിലാണോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് പോകുന്നതാണ് നല്ലത്. ഈ എണ്ണകളും കാര്യങ്ങളുമെല്ലാം കാലതാമസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അത് പറഞ്ഞു എന്ന് മാത്രമുള്ളൂ. ഞാൻ ഈ കാര്യം എപ്പോഴും അകത്തേക്ക് കൊടുക്കുന്ന മരുന്നുകളാണ് നല്ലതേ. പുറത്തുനിന്നുള്ളതൊന്നും മാത്രം ഈ പരസ്യങ്ങളിൽ കാണുന്ന കാര്യങ്ങളൊന്നും ഫലപ്രദമായ കാര്യങ്ങളൊന്നുമല്ല. ഒരു കാര്യങ്ങളും ശരിയായ യഥാർത്ഥ കാരണം കണ്ടെത്തി അവിടേക്ക് ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇത് പ്രായമായ ആൾക്കാരോട് കൂടിയാണ് ഞാൻ പറയുന്നത്. അവർക്കാണ് ഈ അലർജിയുടെ കാര്യങ്ങളുള്ളവരോടാണ് ഞാൻ ഈ പ്രത്യേകം ഇത് പറയുന്നത്, അലർജിയുള്ള ആൾക്കാർക്ക്. പിന്നെ വീണ്ടും നമുക്ക് ഇതിൻ്റെ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ആൾക്കാർക്ക്. അതെല്ലാം നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ എഴുതി അയയ്ക്കുക. അപ്പോൾ ഞാനതിന് മറുപടി ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ വീണ്ടും അടുത്തൊരു മാറ്ററുമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് തന്നെ കുറച്ചുകൂടെ പറയാനുണ്ട്. അത് വീണ്ടും തെർമഡം വോയിസിലൂടെ നമുക്ക് വീണ്ടും കൂട്ടിമുട്ടാം. എല്ലാവർക്കും ശാന്തി സമാധാനവും നിറഞ്ഞ ആശംസകൾ നൽകുന്നു. ഓക്കെ, ഗുഡ് ബൈ.